സോ ഇന്ന് നമ്മളവിടെ നോക്കാൻ പോകുന്നത് എക്സ്പെരിമെൻറ്റ് നമ്പർ 3-ലെ തേർഡ് സബ് എക്സ്പെരിമെൻറ്റ് റിയലൈസേഷൻ ഓഫ് 2-dimensional arrays ആൻഡ് matrices and their visualizations with IM show, match show and charts. ഓക്കെ, ഈ എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. സോ IM show എന്ന് പറയുന്നത് അതൊരു ഡയറക്റ്റ്ലി ഒരു ഇൻബിൽറ്റ് ഫംഗ്ഷൻ അല്ല. നമുക്കത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് സൈലാബിൻ്റെ ടൂൾ ബോക്സിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഗൂഗിളിൽ പോയിട്ട് സൈലാബ് ഇവിടെ സോഫ്റ്റ്വെയറിൽ ടൂൾ ബോക്സസിൽ ഇമേജ് പ്രോസസ്സിംഗ് ആൻഡ് കമ്പ്യൂട്ടർ വിഷൻ ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫസ്റ്റ് ഓപ്ഷൻ ഇമേജ് പ്രോസസ്സിംഗ് ആൻഡ് കമ്പ്യൂട്ടർ വിഷൻ അത് ക്ലിക്ക് ചെയ്യാം. സോ ഇതിനകത്ത് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ഇൻസ്റ്റാൾ കമാൻഡ് കാണാം. അപ്പം ഈ ഒരു സാധനം ഇത് കോപ്പി ചെയ്യുക. അതിനുശേഷം നമ്മുടെ കൺസോൾ വിൻഡോയിൽ പോയിട്ട് അത് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം എൻ്റർ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ഇൻസ്റ്റാളിങ് സ്റ്റാർട്ട് ചെയ്യും. ഇൻസ്റ്റാൾ ചെയ്ത് അത് കുറച്ച് സമയം എടുക്കും. അതിന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഫിനിഷ്ഡ് ഇൻസ്റ്റാളേഷൻ കാണിക്കും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സൈലാബ് ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യും. എൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരുന്നു. അപ്പം റീസ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ കുറച്ച് ടൂൾ ബോക്സസും കൂടി ഇൻസ്റ്റാൾഡ് എന്ന് അതിനകത്ത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് സൈനോട്ടിൽ പോയിട്ട് IM ഷോ വെച്ചിട്ടുള്ളൊരു പ്രോഗ്രാം നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആസ് യൂഷ്വൽ CLC, ക്ലിയർ ഓൾ, CLF അത് മൂന്നും കൊടുത്തു. ഇനി IM ഷോയുടെ വിഷ്വലൈസേഷൻ കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യും. അതായത് റാൻഡ് ഓഫ് 100, 100 ഇത് വെച്ചിട്ടാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു 100 റോസും 100 കോളംസും ഉള്ള ഒരു മെട്രിക്സ് ആണ്. അപ്പം 100 കോളംസ്, ഇങ്ങനെ ഒരു 100 കോളംസും 100 റോസും ഉള്ള ഒരു മെട്രിക്സ് ആണ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റാൻഡം മെട്രിക്സ് ജനറേറ്റഡ് ആവുകയാണ്. റാൻഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വെച്ചിട്ട് ഒരു റാൻഡം മെട്രിക്സ് നമ്മൾ ജനറേറ്റഡ് ആവുകയാണ്. അപ്പം A = റാൻഡ് എന്ന് പറയുന്നത് മെട്രിക്സ് നമ്മൾ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു റാൻഡം മെട്രിക്സിൻ്റെ വാല്യൂ ലൈ ചെയ്യുന്നത് നമുക്ക് ബിറ്റ്വീൻ 0 and 1 ആണ്. അപ്പം 0 to 255 വരെ ജനറേറ്റ് ചെയ്യുവാണെങ്കിൽ 0 എന്ന് പറയുന്നത് ബ്ലാക്ക് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രേ അങ്ങനത്തെ കളേഴ്സ് ആയിരിക്കും. 255 എന്ന് പറയുന്നത് കറസ്പോണ്ട്സ് ടു വൈറ്റ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും. ഇപ്പം ഈ A എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ IM ഷോ A എന്ന് കൊടുക്കും. അപ്പം നമ്മൾ ആ എയിലുള്ള ഫിഗർ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞത് എക്സാക്റ്റ് ആയിട്ട് എന്താണെന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ആ ഒരു അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഹെൽപ്പിൽ പോയിട്ട് ഈ റാൻഡിൻ്റെയും IM ഷോയുടെയും ഒക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പം നമുക്കിവിടെ ബാക്കി പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം. A = റാൻഡ് 100, 100 അടുത്തതായി നമുക്ക് ആ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. IM ഷോ A. ഇനി നമ്മളത് സേവ് ചെയ്ത് റൺ ചെയ്യാൻ പോവുകയാണ്.
സി ഇതാണ് ആ ഇമേജ്. ഓക്കെ, അതായത് 0 തൊട്ട് 1 വരെയുള്ള 0 ടു എന്താണ് 0 വാല്യൂസിന് നമുക്ക് ഗ്രേ വൈറ്റ് ബ്ലാക്കും 255 ഒരു ബ്ലാക്ക് റേഞ്ചും. അപ്പം നമുക്ക് ആ ഒരു ഫിഗർ ജനറേറ്റഡ് ആയി വന്നേക്കാണ്. ഓക്കെ, ഇനി കുറച്ചുകൂടി ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി നമുക്ക് കൺസോൾ വിൻഡോയിൽ എന്താണെന്ന് നോക്കാം. അപ്പം എ ഇസ് ഈക്വൽ ടു റാൻഡ് ഓഫ് സിംപ്ലി 2/2 ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 2,2 ദാറ്റ്സ് എ 2/2 മെട്രിക്സ്. അപ്പം റാൻഡം ആയിട്ട് ഉള്ള ഒരു 2/2 മെട്രിക്സ് ജനറേറ്റഡ് ആവാണ്. അപ്പം ഞാൻ എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് കാണാം റാൻഡം ആയിട്ട് ഉള്ള ഒരു വാല്യൂസ്, അതായത് 0യ്ക്കും 1നും ഇടയ്ക്കുള്ള ഒരു വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി ഐ എം ഷോ എ കൊടുക്കുകയാണ്. ഐ എം ഷോ എ. അപ്പം ഈ വാല്യൂസിൻ്റെ കറസ്പോണ്ടിങ് ഇമേജസ് ആണ് വരുന്നത്. ഓക്കെ, സി ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് വന്നു കറസ്പോണ്ടിങ് ടു ഈ വാല്യൂസ്. അപ്പം 0യ്ക്ക് ക്ലോസ് ആയിട്ട് ഉള്ളതിന് ബ്ലാക്ക് ഷെയ്ഡ് വന്നു. ഓക്കെ, 1ന് ക്ലോസ് ആയിട്ടുള്ളതിന് വൈറ്റ് ഷെയ്ഡും വന്നേക്കുന്നു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മീനിങ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിലെ 4th എക്സ്പെരിമെൻറ്റിലോട്ട് പോവുകയാണ്. അതായത് ഇൻവേഴ്സ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ആൻഡ് സൊല്യൂഷൻ ഓഫ് ദ മെട്രിക്സ് ഇക്വേഷൻ A into x is equal to b, where A is an n by n matrix and x and b are n by 1 vectors. അപ്പോൾ ഇവിടെ നമ്മൾ സൈനോട്ടിൽ പോയിട്ട് നമ്മൾ ഇനി നെക്സ്റ്റ് പ്രോഗ്രാം ടൈപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം ഈ ഒരു അടുത്ത എക്സ്പെരിമെൻറ്റിൻ്റെ എക്സാമ്പിൾ കാണിക്കാനായിട്ട് ഫസ്റ്റ് നമ്മളിത് ക്ലിയർ ഡിഫൈൻ ചെയ്തു. അതിനുശേഷം നമ്മൾ ഒരു മെട്രിക്സ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. A is equal to 1 2 3 സെമിക്കോളൻ. അടുത്ത റോ ഡിഫൈൻ ചെയ്യാണ് 4 5 6 സെമിക്കോളൻ 7 8 9. ഓക്കെ, ഇനി നമ്മളത് ഇതിൻ്റെ ഇൻവേഴ്സ് കാണാൻ പോവാണ്. അപ്പം ഞാൻ ഇൻവേഴ്സിൻ്റെ ഇൻബിൽറ്റ് ഫംഗ്ഷൻ സ്മോൾ ഐ എൻ വി, അപ്പം ഞാനിവിടെ ക്യാപിറ്റൽ ഐ എൻ വി ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു inv A. ഓക്കെ, ഇനി നമുക്ക് സേവ് ആൻഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഇൻവ് എന്ന് പറയുന്നത് ഇൻബിൽറ്റ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, നമുക്ക് കൺസോൾ വിൻഡോയിൽ പോയിട്ട് ക്യാപിറ്റൽ ഐ എൻ വി. ഓക്കെ, അപ്പം ഇൻവേഴ്സ് നമുക്ക് വന്നു. പക്ഷെ ഇവിടെ നമുക്കൊരു വാർണിംഗ് കാണാം, മെട്രിക്സ് ഇസ് ക്ലോസ് ടു സിംഗുലർ ഓർ ബാഡ്ലി സ്കെയിൽഡ് എന്ന് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പം സിംഗുലർ മെട്രിക്സിൻ്റെ അടുത്തോട്ടാണ് ഇത് എത്തിയിരിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനൊരു വാർണിംഗ് വന്നിരിക്കുന്നത്. ഓക്കെ, എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജോയിൻറ്റ് എ ബൈ ഡിറ്റർമിനൻറ്റ് എ ആണ്. അപ്പം when determinant A is equal to 0, A inverse എന്ന് പറയുന്നത് it cannot be calculated. അതെന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ എറേഴ്സ് കാണിക്കുന്നത്. അപ്പം determinant A is equal to 0 ആകുമ്പോഴാണ് അതിന് സിംഗുലർ മെട്രിക്സ് ആയിട്ട് മാറുന്നത്. സോ നമുക്ക് ഇൻറ്റൻഷനലി ഡിറ്റർമിനന്റ് ഓഫ് എ 0 ആവുന്ന ഒരു മെട്രിക്സ് നോക്കാം. അതെന്ന് പറയുമ്പം മെട്രിക്സ് ഇസ് ഈക്വൽ ടു 1 2 1 2 ഇങ്ങനെ ഒരു മെട്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് 2 - 2 ഇസ് ഈക്വൽ ടു 0 ആണ്, അല്ലേ? അപ്പം നമുക്ക് സൈലാബിലും ഇങ്ങനൊരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് എങ്ങനെ വരുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് സ്മോൾ എ ഇസ് ഈക്വൽ ടു 1 2 സെമിക്കോളൻ 1 2 ബ്രാക്കറ്റ് ക്ലോസ്. എൻ്റർ ചെയ്യുമ്പോൾ എയുടെ വാല്യൂ വന്ന് ഞാനിപ്പോൾ കൺസോൾ വിൻഡോയിലാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇൻവേഴ്സ് ഓഫ് എ നോക്കാം. ഇൻവേഴ്സ് ഓഫ് എ എൻ്റർ ചെയ്തു. സോ നോക്കിക്കേ, പ്രോബ്ലം ഇസ് സിംഗുലർ. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 0 ആണെങ്കിൽ ഇങ്ങനെയാണ് ഉത്തരം വരുന്നത്. അപ്പം നേരത്തെ നമ്മൾ ചെയ്ത പ്രോഗ്രാമിൽ ക്ലോസ്
ക്ലോസ് ടു സീറോ ആണ്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു വാർണിംഗ് വന്നത്. ഓക്കെ, മെട്രിക്സ് ഇസ് ക്ലോസ് ടു സിംഗുലർ ഓർ ബാഡ്ലി സ്കെയിൽഡ് എന്നൊരു വാർണിംഗ് വന്നത്. പക്ഷെ സീറോ അല്ല. പക്ഷെ ഇവിടെ സീറോ ആയതുകൊണ്ടാണ് പ്രോബ്ലം ഇസ് സിംഗുലർ എന്ന് പറഞ്ഞ ഒരു ആൻസർ വന്നത്. ഫോർത്ത് എക്സ്പെരിമെൻറ്റിൻ്റെ കുറച്ചുകൂടി ബാക്കിയുണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതെന്ന് പറയുന്നത് എ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു ബി മെട്രിക്സ്, അതൊക്കെ വരുന്നത് അടുത്ത വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഇപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.